ഞാനൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഇന്നലത്തെ വീഡിയോ എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തെറിത്താത്തയുടെ മകന് എന്നോട് ഒരു പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നും ആ പ്രണയം അവൻ പലതവണയായിട്ട് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് അയക്കലുണ്ടായിരുന്നു, വിളിക്കലുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് തെറിബീബി ഒരു ലൈവ് ഇട്ടത് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് തെറിബീബി പറയുന്നൊരു കാര്യമുണ്ട്, സലീം നാട്ടിൽ വരട്ടെ, സലീം അവളെ ഒഴിവാക്കട്ടെ എന്ന്. അപ്പം ഈ തെറിബീബിക്കും മകനും വേണ്ടത് എന്താ വെച്ചാൽ ഞാനൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കണം. അതാണ് ഈ സ്ത്രീക്ക് വേണ്ടത്. കാരണം ഈ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ ഒന്ന് കൂടുതൽ വിവാഹം കഴിക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു കാര്യമൊന്നുമല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് എന്നൊക്കെ ഈ സ്ത്രീ ആദ്യം എന്നോട് നല്ല രീതിയിലാട്ടോ സംസാരിച്ചത്. അപ്പം ഒന്ന് കൂടുതൽ വിവാഹം കഴിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമൊന്നുമല്ല, നിൻ്റെ മക്കളെയും ഞാൻ നോക്കിക്കോളാം, എൻ്റെ 2 മക്കളെ പോലെ തന്നെ എൻ്റെ മക്കളെയും നോക്കിക്കോളാം, ഞാനൊന്ന് ആ പയ്യൻ്റെ കൂടെ പോയാൽ മതി എന്നാണ് ആ തെറിത്തള്ള എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിഷേധിച്ചതിൻ്റെ പേരിലാണ് എന്നെക്കുറിച്ച് അവർ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യൽ തുടങ്ങിയത്. അതേപോലെ അരുണ് ആ പയ്യനെ വിളിച്ചിട്ട് വിരട്ടിയിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് അങ്ങനെ നിഷേധിക്കുന്നൊരു സംഭവമാണ്. ആ തള്ളച്ചി എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തള്ളച്ചിയല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആ തള്ള എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പെണ്ണുങ്ങളല്ലേ. ആരുടെ വീട്ടിലും കയറി ചെല്ലാൻ അത്രമേൽ ധൈര്യമുള്ളൊരു പെണ്ണുങ്ങളല്ലേ. പിന്നെ ഞാൻ ആ പെണ്ണുങ്ങളുടെ മകനെക്കുറിച്ച് ഇല്ലാവചനാണ് പറഞ്ഞതെങ്കിൽ ആ സ്പോട്ടിൽ ആ പെണ്ണുങ്ങൾ ഇവിടെ വരൂലേ? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഞാൻ ആ ചെക്കനെക്കുറിച്ച് അപവാദമാണ് പറഞ്ഞുണ്ടാക്കുന്നത് വെച്ചാൽ, എൻ്റെ കുട്ടീനെക്കുറിച്ച് നീ എന്ത് വിചാരിച്ച അപവാദം പറയാ എന്ന് ചോദിച്ചെങ്ങാൻ സ്പോട്ടിൽ ഇവിടെ വരേണ്ടതാണ്. പക്ഷേ അത് ആ സ്ത്രീ ചെയ്തോ? അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത്. ആ സ്ത്രീ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സലീം നാട്ടിൽ വരണം, അവൾ ഒഴിവാക്കണം. ഇത്ര മാത്രമേ ആ സ്ത്രീക്ക് ആവശ്യമുള്ളൂ. കാരണം ഞാനൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കണം. ആ ചെക്കൻ ഈ കോഴിക്കോട് ജില്ല വിട്ട് പോകില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും വേണ്ടത് തെളിവാണ്. നിങ്ങൾക്കും എനിക്കും ഒക്കെ വേണ്ടത് തെളിവ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ആ ചെക്കൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തതിൻ്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്, എന്നെ വിളിച്ചതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. അതേപോലെ അവൻ്റെ മൊബൈൽ നമ്പർ വരെ ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. കാരണം അവൻ എന്നെ വിളിക്കുന്നില്ല, എനിക്ക് അവൻ്റെ മൊബൈൽ നമ്പർ എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ തന്നെ ഒന്ന് പറ. അവൻ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നില്ലേ, അല്ലെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ, അവൻ്റെ നമ്പർ എനിക്ക് എവിടെ നിന്ന് കിട്ടും? അവൻ്റെ പേര് എനിക്ക് എങ്ങനെ കിട്ടും? ഒക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയുമോ. അതിനേക്കാട്ടിലുപരി ആ ചെക്കനെക്കുറിച്ച് ഞാൻ അപവാദ പറഞ്ഞു വെച്ചാൽ സ്പോട്ടിന് അത് അറിഞ്ഞ സമയത്ത് ആ തള്ള എല്ലായിടത്തും പോയി, എന്തിനും പോലീസ് സ്റ്റേഷനാണെന്ന് പോലും നോക്കാതെ പോലീസുകാരെടുത്ത് വരെ വിരട്ടി സംസാരിക്കുന്ന ആ സ്ത്രീക്ക് ഞാൻ അപവാദ പറഞ്ഞ് നടക്കുന്ന വെച്ചാൽ ഇവിടെ എന്താ കൊണ്ട് വന്നില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ സത്യാവസ്ഥ മനസ്സിലായില്ലേ. അപ്പോൾ ചെക്കൻ ഇന്നലെ ഞാൻ കേട്ടു നിഷേധിച്ചതൊക്കെ. അപ്പോൾ അവൻ നിഷേധിക്കും. അവൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട് ജില്ല വിട്ട് പോവില്ല, അവനൊരു ജീവിതമുണ്ട്, അവൻ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ, അതിനവൻ ഏതറ്റം വരെ പോവും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പോസിബിളായിട്ടുള്ള കാര്യമാണോ ഗൈസ്? കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, അവൻ്റെ അമ്മ ശരീരം വിട്ട് ജീവിക്കുന്നത് അവൻ്റെ അറിവോടെയും സമ്മതത്തോടെയും കൂടെയാണ് എന്ന്. അപ്പം അമ്മേനെ ശരീരം വിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ മകനാണ്. അപ്പം അങ്ങനത്തെ ഒരു മകന് കല്യാണം കഴിച്ച പെണ്ണെന്നോ 30-33 വയസ്സുള്ള പെണ്ണെന്നോ 2 മക്കളുള്ള പെണ്ണെന്നോ ഒന്നും അവന് നോക്കേണ്ട ആവശ്യമില്ല. അവനെന്താ, അവനൊരാളെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സ്ത്രീ ഇതറിഞ്ഞ് ഞാൻ ആ പയ്യനെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞ് അന്ന് തൊട്ടിട്ടാണ് ഈ സ്ത്രീക്ക് എന്നോടൊരു വിരോധം തുടങ്ങിയത്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീക്ക് എന്നോട് വിരോധം തോന്നേണ്ട ഒരാവശ്യമില്ല. മതം വെച്ചിട്ട് പറയാച്ചാൽ ഞാൻ ഇതുവരെ മതത്തിൽ നിന്ന് പുറത്തു പോയൊരു വ്യക്തിയല്ല. ഞാൻ എക്സ് മുസ്ലിമും അല്ല, ന്യൂ മുസ്ലിമും അല്ല. അതേപോലെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മതത്തെ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഞാൻ ഒരു മതത്തെയും ഹിന്ദു മതത്തെയായി, ക്രിസ്ത്യൻ മതത്തെയായി, മുസ്ലിം മതത്തെയായി 3 ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്.
പിന്നെ അങ്ങനെ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ഈ മുസ്ലിം മതസ്ഥർ കുറേ ഉസ്താദന്മാരും കാര്യങ്ങളൊക്കെ ഇല്ലേ പ്രഭാഷണം പറയുന്നോല്, അവരാരും എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഈ സ്ത്രീക്ക് മാത്രം എങ്ങനെയാണ് ഞാൻ മോശക്കാരിയായത്? ഈ സ്ത്രീക്ക് മാത്രം എങ്ങനെയാണ് ഞാനൊരു പീഡന കേസുകാരിയായത്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ആ സ്ത്രീക്ക് അറിയാം ഈ തെളിവുകളൊക്കെ വെച്ചിട്ട് ആ സ്ത്രീയുടെ മകൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്താൽ മകനായി എണ്ണി പോകുന്ന ആ സ്ത്രീക്കറിയാം. അതുകൊണ്ട് ആ സ്ത്രീ മുൻകൂട്ടി പറയുന്നുണ്ട്, അവളൊരു പക്ഷേ ചിലപ്പോൾ എൻ്റെ മകൻ്റെ പേരിലും കൊടുക്കും. അതിനേക്കാട്ടിലുപരി ആ സ്ത്രീയുടെ മൂത്ത മകനാണ് എനിക്ക് മെസ്സേജ് ചെയ്യുകയും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് ആ സ്ത്രീ അവരുടെ രണ്ടാമത്തെ മകനാണ് വിളിച്ചത്, മെസ്സേജ് അയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്. പിന്നെ ആ സ്ത്രീ പറയുന്നൊരു ഡയലോഗുണ്ട്, അവളുടെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ പയ്യനാണ് ഉള്ളതെന്ന്. ഈ ഞൊണ്ടിയായ ഈ സ്ത്രീക്ക് വാഹനം ഓടിക്കാൻ പറ്റൂല. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് അവരുടെ രണ്ടാമത്തെ മകന് 15 വയസ്സായിട്ടേ ഉള്ളൂ എന്ന്. ആ 15 വയസ്സായ മകന് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് കള്ളത്തരമാണ്. മൂത്ത പയ്യന് അവന് എന്നെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് വന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? തള്ള പറയുന്നൊക്കെ കള്ളത്തരാണ്. അപ്പോൾ ആ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു സംഭവം. ഇപ്പം കോഴിക്കോട് വന്നിട്ട് ജാമിദ ടീച്ചറെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ്, ജാമിദ ടീച്ചറെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്തിനെൻ്റെ വീട്ടിൽ വരണം? മനസ്സിലായോ? അപ്പോൾ ഈ പയ്യന് എന്താ പറയുക, കാമം പ്രേമവും മൂത്തിട്ട് വട്ടായി പോയൊരു പയ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മൊയന്ത പോലത്തെ ഒരു പയ്യനാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ആ സ്ത്രീക്ക് ഈ ചെക്കനെ മണക്കലില്ലേ എന്ന്. ചെക്കൻ കുളിക്കുകയൊന്നുമില്ല കേട്ടോ, ഒരു കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, ഡ്രസ്സും മാറൂല, ഉടുത്ത ജഡ്ഡി മാറിയിട്ട് തന്നെ എത്ര കാലമായി എന്ന് ചെക്കനോട് ചോദിക്കേണ്ടി വരും. അമ്മ അതിലത്തൊരു ചെക്കനാണ്. നാറും, എനിക്കതിനെ കാണുമ്പോൾ തന്നെ അറപ്പാ. അങ്ങനെ അത്രമേൽ അറപ്പുള്ളൊരു ചെക്കൻ്റെ കൂടെ ഞാനെൻ്റെ 2 മക്കളെയും എന്നെ നോക്കുന്ന എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി പോകണമെന്ന്. എന്നിട്ട് തള്ളച്ചിക്ക് ഇപ്പോൾ വേണ്ടത് എന്നെ എന്നെങ്ങനെയെങ്കിലും ഡിവോഴ്സ് ആയി കിട്ടണം. ഞാൻ ഒറ്റക്കായാൽ ആ സ്ത്രീ തന്നെ പറഞ്ഞിക്ക്, നിനക്കൊരു എണതുണ ഇല്ലാണ്ടാവുന്ന സമയത്ത് നിനക്ക് വരണം തോന്നിയാൽ അന്നും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ വിചാരം എന്നെ ഇവരിൽ നിന്നൊക്കെ അകറ്റിയാൽ ഞാൻ ആ മൊയന്ത പോലത്തെ ചെക്കനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്നാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതിൽ എല്ലാ സത്യാവസ്ഥയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, അവളുടെ വീടിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഇളയ കൊച്ചിനെയും കൊണ്ടാകും, മുടന്നുള്ള ഇവക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. 15 വയസ്സായ ചെക്കനാ വണ്ടി ഓടിക്കുക. അപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് ചാടിയില്ലേ? അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതാണ് സംഭവം. അതുകൊണ്ടാണ് ഈ സ്ത്രീ എന്നെ ഉപദ്രവിക്കുന്നത്. ഓക്കെ, ടാറ്റാ.